അഗ്നിപരീക്ഷ എപ്പിസോഡ് നമ്പർ 10. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം കാണാൻ തന്നെ നല്ല മടുപ്പുണ്ട് പേഴ്സണലി എനിക്ക്. പിന്നെ നമ്മളിതിൻ്റെ റിവ്യൂ ചെയ്യുന്നതുകൊണ്ടും അല്ലെങ്കിൽ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളായതുകൊണ്ടും തന്നെ ഇത് കണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായതുകൊണ്ട് കണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതിൽ നിന്ന് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതായത് ഈ ഒരു പരിപാടി ഞാൻ എൻ്റെ നേരത്തെ റിവ്യൂ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ചില റിവ്യൂസിന് ഇട്ടിട്ടേ ഇല്ല, കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല ഇടാനായിട്ട്. കാരണം അവർക്ക് തോന്നുന്ന ആൾക്കാരെ അവർ എവിക്റ്റ് ആക്കും, അവർക്ക് തോന്നുന്ന കുറച്ച് ആൾക്കാരെ മാത്രം അവർ സേവ് ചെയ്ത് വെക്കും. പിന്നെ ഇതിൽ കൊടുക്കുന്ന ടാസ്കുകളാണെങ്കിൽ തന്നെയും ഒരു ഒരു ഇൻട്രസ്റ്റും ഇല്ല നമുക്ക് ടാസ്ക്. ഇന്നത്തെ ടാസ്കിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ച് നോക്കിയാൽ മതി. ബിഗ് ബോസിൽ മോർണിംഗ് ടാസ്ക് ആയിട്ട് മാത്രം ഒരു 10 മിനിറ്റ് ആൾക്കാർക്ക് കണ്ടിരിക്കാൻ താല്പര്യമുള്ള ടാസ്കുകൾ ഉണ്ടാവും. ഇതിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഇഷ്ടമുള്ള ആളെ ലൈക്ക് ബട്ടൺ കൊടുക്കുക, ഇഷ്ടമല്ലാത്ത ആൾക്കാരെ ഒന്നെങ്കിൽ അത് മോർണിംഗ് ടാസ്ക് ആയിട്ട് അല്ലെങ്കിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഒരു 10 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് കാണിക്കുന്ന ഒരു പരിപാടി. ആ ഒരു സാധനത്തെ പിടിച്ച് ഒരു എപ്പിസോഡ് മൊത്തം ഇട്ട് വലിപ്പിക്കുക. 1 മണിക്കൂറിന് മുകളിലുള്ള എപ്പിസോഡിൽ ഏതാണ്ട് 10-45 മിനിറ്റ് ഈ സാധനം അങ്ങ് പോവുക. അപ്പം തന്നെ നമുക്ക് മടുത്ത് പണ്ടാരടങ്ങും നമ്മൾ. ഇനി രണ്ടാമത്തെ ഒരു ടാസ്ക്കായിട്ട് വന്നത് ഓർമ്മ പുതുക്കൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അതിന് ഞാൻ ഓർമ്മ പുതുക്കൽ എന്ന് പേരിടാൻ കാരണം, ഞാൻ പണ്ട് LKG പഠിച്ചിരുന്ന സമയത്താണ് ഈ ടാസ്ക് ഞാൻ ആദ്യമായിട്ട് കളിക്കുക. ഒരു 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ് വരെയൊക്കെ ഈ ടാസ്ക് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ വാർഷികം, നമ്മുടെ പള്ളിയിലെ വാർഷികം വരുമ്പോൾ അല്ലെങ്കിൽ LKG സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം വരുന്ന സമയത്ത് ഈ ഒരു ഗെയിം നമുക്ക് തരും. അന്ന് അവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറേ പ്രോപ്പർട്ടി കാണിക്കും, എന്നിട്ട് നമ്മളിത് ഇങ്ങനെ നോക്കണം, എന്നിട്ട് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് മാറിയിട്ട് ആ സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറൊരു റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതിപ്പോൾ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയി ഒരു TV കാണിക്കും, എന്നിട്ട് എന്തൊക്കെയാണെന്നുള്ളത് അവിടെ നിന്ന് ചോദ്യം ചോദിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പേര് അഗ്നിപരീക്ഷ എന്നാണ്. അതായത് ബിഗ് ബോസിലേക്ക് കടക്കണമെങ്കിൽ വലിയ എന്തോ അഗ്നിപരീക്ഷ കടമ്പ നിങ്ങൾ കടന്നാൽ മാത്രം ബിഗ് ബോസിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുകയുള്ളൂ. എന്നിട്ട് ഈ കൊച്ചി TVക്കകത്ത് കാണിക്കുന്ന പോലത്തെ പരിപാടി നമ്മളെ കാണിക്കുകയും ചെയ്യും. ഇത് കണ്ടിട്ട് നമ്മൾ സായുജ്യം അടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓൾറെഡി ഇതിനകത്തൊരു സ്ക്രിപ്റ്റഡ് ആണ്. ഐ മീൻ അവിടെ വരുന്ന ആൾക്കാരെ കൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്ത് പറയിപ്പിച്ച് ഡയലോഗ് പറയിപ്പിക്കുന്നതല്ല ഞാൻ പറയുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാനായിട്ടുള്ളൊരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആണെന്നുള്ളത് ഓൾറെഡി എനിക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ വെച്ച് നമുക്ക് കാണുമ്പോഴത്തേക്ക് ആ ഷോ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യൂല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്കൊരു മടുപ്പ് പേഴ്സണലി വരുന്നത്. എനിവേ, പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ 12 പേരുണ്ട്. ഈ 12 പേരെ ഇപ്പോഴെങ്കിലും എവിക്റ്റ് ആക്കൂല. കാരണം ഓൾറെഡി അവർ കുറേ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 12 പേരുണ്ട്. സ്റ്റിൽ ഇപ്പോഴും ഇനി ബാക്കി എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്തും 12 പേര് തന്നെയുണ്ട്. ഇനിയിപ്പോൾ എത്ര പ്രപഞ്ചം കാണിച്ചെന്ന് പറഞ്ഞാലും ഇതൊക്കെ ഇതാണ് പ്രശ്നം. അതായത് ഈ തുടക്കത്തിൽ കുറേ ആൾക്കാരെ ഇങ്ങനെ 4 പേരേക്ക് വെച്ചിട്ട് ചുമ്മാ അങ്ങ് എവിക്റ്റായി കളഞ്ഞു. അതിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതിന് മുന്നേ, അവർക്ക് മനസ്സിലാകുന്നതിന് മുന്നേ തന്നെ അവരെന്ത് ചെയ്തു, കുറേ പേരങ്ങ് എവിക്റ്റാക്കി കളഞ്ഞു. എന്നിട്ട് അവർ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ഈ അഗ്നിപരീക്ഷയ്ക്ക് മുന്നേ തന്നെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അവർ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇന്ന ആൾക്കാർ എടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് ഈ സംഭവം പിന്നീട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ എങ്ങനെയാണ് ഈ ഷോയെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കുക? പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടാസ്ക് എല്ലാം ഗംഭീര ടാസ്കുകളാണ്. ഇതിലെ മേക്കേഴ്സ്, നിങ്ങൾ നിങ്ങൾ യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കൊക്കെ എടുത്തിട്ട് ഗെയിംസ് ടാസ്ക് എന്നൊക്കെ അടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കുറേ സാധനങ്ങൾ വരും. അതിലേതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ ഞങ്ങളെ കാണിക്കൂ, നമുക്കൊരു രസം തോന്നണ്ടേ? ഇതിപ്പോൾ 5-10 രൂപ പോലും മുടക്കാതെ പിശുക്കിൻ്റെ അങ്ങേയറ്റം കാണിച്ചുകൊണ്ട് കുറേ ടാസ്ക് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് എന്ത് ഇൻട്രസ്റ്റ് തോന്നാനായിട്ടാണ്? ഇനി 12 പേരെ വെച്ചിട്ട് സംഭവം സ്റ്റാർട്ട് ചെയ്ത് 2 ഇമോജി കൊടുത്തിട്ട് ആ ഇമോജി ഇഷ്ടമുള്ളവരെ ഇഷ്ടമല്ലാത്തവരെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു. 12 പേരുണ്ട്. ഈ 12 പേര് ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമല്ലാത്ത ആൾക്കാരെയും പറയുക എന്നൊക്കെ പറയുന്നത് തന്നെ എത്ര സമയം എന്ന് പറഞ്ഞത് കണ്ടിരിക്കുക. ഇവർ പറയുന്ന റീസൺസ് വല്ല വാലിഡ് ആണോ? അതാണ് ഏറ്റവും വലിയ കോമഡി. ഇതിനകത്തുള്ള ആൾക്കാർ ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ കോമഡി ആയിട്ട് തോന്നിയ ഒരു സംഭവം ഉണ്ടേ. എന്നെ ചേച്ചിന്ന് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സോന എന്ന് പറയുന്നൊരു പെണ്ണ് പറയുക. ഇതൊക്കെ റീസൺ ആണാടേ. അതായത് ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. അതായത് അവർ പ്രായം കുറച്ചതാണെന്ന്, പ്രായം അവർക്ക് അധികം ഇല്ലയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ വേറെ ആരെയും കൊണ്ട് ചേച്ചിന്ന് വിളിപ്പിക്കില്ല. എല്ലാവരും അവരുടെ പേര് തന്നെ വിളിക്കണം. അപ്പോൾ എന്താ അവർ വലിയ കുഞ്ഞായിട്ട് തോന്നുന്നു. ഇതൊക്കെ വലിയ കാര്യമുള്ള കേസ് കേട്ടാണ്. ബിഗ് ബോസിൽ വന്നിട്ട് ഇതൊക്കെ റീസൺ ആക്കി പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മണ്ടത്തരാണ്. പിന്നെ വേറൊരു കോമഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, റിയാസ് ജഡ്ജായിട്ട് അവിടെ ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തോ പിടിച്ച് ഊക്കി വിടുന്നുണ്ട്. എൽദോ ഇടക്കിടക്ക് ഇപ്പോൾ അഖിൽമാരാറാണെങ്കിൽ തന്നെയും തോറ്റമ്പല, നമ്മൾ രണ്ടുപേരും തോറ്റമ്പല എന്ന് പറഞ്ഞിട്ട് അഖിൽമാരാറിനെ ഊക്കുന്നുണ്ട്.
അതൊരു ഹെൽത്തി ആയിട്ട് എടുത്താൽ മതി. റിയാസ് പെട്ടെന്ന് കയറി ഫ്രസ്ട്രേറ്റഡ് ആവും. റിയാസ് ആ സമയത്ത് അവിടെ റിയാസിനെ ആരെങ്കിലും എന്തെങ്കിലും കളിയാക്കി കഴിഞ്ഞാൽ റിയാസ് അവിടെ അൺഹെൽത്തി ആയിട്ട് സംസാരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ റിയാസ് ഒരു ജഡ്ജ് എന്നുള്ള രീതിയിൽ മറന്നിട്ട് റിയാസിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ്. റിയാസ് തന്നെ ഭയങ്കര പ്രൊവോക്കിംഗ് ഗെയിമർ എന്നാ പറയുക, പക്ഷെ റിയാസിനെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ റിയാസ് അവിടെ ആ സമയത്ത് ജഡ്ജ് അല്ലാണ്ട് വേറെ ആരെങ്കിലും ആയിട്ടൊക്കെ ഒന്ന് ബിഹേവ് ചെയ്യുകയും ചെയ്യും. പെട്ടെന്നൊരു ഗെയിമറിനെ പോലെ റോബിനെതിരെ സംസാരിച്ച പോലെ റിയാസ് അങ്ങ് കയറി സംസാരിക്കും. എനിവേ ഇതൊക്കെ നമ്മൾ പിന്നെ ഇപ്പോൾ രഞ്ജിനിയുടെ കാര്യമാണെങ്കിൽ തന്നെയും രഞ്ജിനി അവിടെ സംസാരിക്കുന്ന പല കാര്യങ്ങളും ഒരു സ്പേസ് കൊടുക്കില്ല സംസാരിക്കാനുള്ള ആൾക്കാർക്ക്. ഇവിടെ രഞ്ജിനിയുടെ സംസാരിക്കാനല്ലോ നമ്മൾ ഇരിക്കുന്നത്. രഞ്ജിനി ഓൾറെഡി ബിഗ് ബോസിൽ നിന്ന് പുറത്തായി, അല്ലെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞ ആളാണ്. അപ്പോൾ അവരുടെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ അവിടെ ഇരിക്കുന്നത്. നമ്മൾ പുതിയ ആൾക്കാർ എങ്ങനെയുണ്ടെന്ന് അറിയാനും അവരുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. എനിവേ ഇനി ഓരോ ആൾക്കാർ വരിക. ഈ ഓരോ ആൾക്കാർ വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം വന്ന ആളെനിക്ക് തോന്നുന്നു നമ്മുടെ പൂജ വരിക. പൂജ വന്നിട്ട് ശ്യാമിനെ ഇഷ്ടമല്ല എന്ന് പറയുന്നു, ഷിബിനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു. തുടക്കത്തിൽ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടറായിപ്പോയി. കാരണം ഈ ശ്യാമെന്ന് പറയുന്ന ആൾ അവിടെ പുള്ളി പറയുന്നതിനകത്ത് പുള്ളിക്ക് തന്നെ ബോധമില്ല. ഇനി ഷിബിന എന്താ അവിടെ കാണിച്ചു കൂട്ടുന്നത്? ശ്യാം വന്ന് തിരിച്ച് വന്നിട്ട് ഷിബിന സൂപ്പറാണ് എന്ന് തിരിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഷിബിൻ അങ്ങ് കളം മാറ്റി. ഇത്രയും ഒറ്റയടിക്ക് നിലപാട് മാറ്റിക്കളയാ. എൻ്റെ സംശയങ്ങളൊക്കെ മാറി. ശ്യാമിനെ മോശക്കാരനാണെന്ന് പറഞ്ഞ് ആ സ്മൈലി കൊടുത്ത ആൾ അടുത്ത സമയത്ത് ശ്യാം വന്നിട്ട് ഷിബിൻ ഏറ്റവും സൂപ്പറാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ തെറ്റ് സാറിനെ ഒരു നിമിഷം കൊണ്ട് അങ്ങ് മാറി. പിന്നെ എന്തിനാടേ നിങ്ങൾ ബിഗ് ബോസിലേക്ക് വരുന്നേ? അങ്ങ് മാറി ഇരുന്നാൽ പോരെ. പ്ലേറ്റ് അങ്ങ് മറച്ചേക്കുക, പൊടുന്നിനെ അങ്ങ് പ്ലേറ്റ് മറച്ചേക്കുക. ഇതിനകത്ത് ആരാ കോമഡി? ഷിബിനെയാണോ കോമഡി, ശ്യാമാണോ കോമഡി? പിന്നെ ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേർബലി ഇവരൊട്ടും സ്ട്രോങ് അല്ല. ഈ കൂട്ടത്തിൽ എൽദോ എന്ന് പറയുന്ന ഇന്ന് പെർഫോം ചെയ്ത പയ്യൻ എൽദോയാണ്. അവൻ അത്യാവശ്യം പെർഫോം ചെയ്യുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നു. അവൻ വേർബലി അത്യാവശ്യം സ്ട്രോങ് ആണ്. ഫിസിക്കൽ ടാസ്ക് ഒന്നും ഇവിടെ വലുതായിട്ട് ഫിസിക്കലി അവർ വലിയ എഫേർട്ട് എടുക്കുന്ന ടാസ്ക് വരാത്തത് കൊണ്ട് നമുക്കതിനെപ്പറ്റി അറിയില്ല. എൽദോ കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആയിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ. പിന്നെ ശ്യാം വരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് 12 പേരും ആരെയൊക്കെ ലൈക്ക് ഡിസ്ലൈക്ക് കൊള്ളാം മോശമാണെന്ന് പറഞ്ഞതിനേക്കാൾ നമ്മൾ ടോട്ടാലിറ്റിയിൽ പറഞ്ഞു പോകുന്നതായിരിക്കും ബെറ്റർ. ശ്യാം വന്നിട്ട് പൂജയുടെയും എൽദോയുടെയും പേര് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല തിരിച്ച് ഇത് പറയുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പറയുന്ന റീസൺസ് ഒക്കെ ഭയങ്കര കോമഡിയാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഇവർ എന്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് മത്സരാർത്ഥി ആയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന റീസൺസും, എന്തുകൊണ്ട് ഇവരൊരു ഫ്ലോപ്പ് മത്സരാർത്ഥിയാണെന്ന് പറയുന്നതിൻ്റെ റീസൺസും, ഇത് നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും ഇപ്പോൾ രാജേഷ് വന്നിട്ട് പറയുകയാണ് സ്റ്റഫിൻ്റെ കാര്യം എന്തൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു, അതുകൊണ്ട് മോശം അവരുടെ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനല്ല പറഞ്ഞത്. അപ്പോൾ രാജേഷ് വന്നിട്ട് പുറത്ത് എന്തോ ഒരു കാര്യം ആ പെണ്ണ് കോമഡി ആയിട്ട് അഭിനയ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റിയൊക്കെ പറയുന്നത് എന്ത് നിലവാരമില്ലാത്ത പരിപാടിയാണ്. അതായത് ഒരു ഗെയിമിൽ നിന്ന് മാറിയിട്ട് വേറെ എന്തിനൊക്കെയോ പറ്റി അവർ സംസാരിക്കുക. ഇതൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടി പൂട്ടി കിട്ടുന്നതാണ് നല്ലതെന്ന് തോന്നിപ്പോകും. അപ്പോൾ ഇനി എനിവേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സോന എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ് വന്നിട്ട് പിന്നീട് ചേച്ചി പരിപാടി കാണിക്കുന്നത്. എൽദോ കുറച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഓരോ ആൾക്കാരുടെ കാര്യങ്ങൾ പറയാനായിട്ട് ഞാനിപ്പോൾ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷിജിൻ തിരിച്ച് വന്നിട്ട് പറയുന്നത് ടാഷി രാജേഷിൻ്റെ കാര്യം എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ അവിടെ ഒരു പാവം ഇപ്പോൾ 1-2 ആൾക്കാർ ഷാമോൻ എന്ന് പറയുന്നൊരു ഒരാളുണ്ട്. പുള്ളിയൊക്കെ വളരെ പൊളൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഷിജിലാൽ എന്ന് പറയുന്നൊരു പയ്യൻ, അവൻ അത്യാവശ്യം നല്ലൊരു അവൻ ജെന്യൂനായിട്ടാണ് നിൽക്കുന്നത്. ഫേക്കും പരിപാടീസും ഒന്നുമില്ല. പിന്നെ ചില ആൾക്കാർ ഇത് എൽദോ ഫേക്കാണ് എന്തിൻ്റെ ബേസിലാണ് ഫേക്കാണെന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. പിന്നെ നിങ്ങൾ എന്താ വിളിച്ചു പറയാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. ഈ പങ്കെടുക്കുന്ന 12 പേർക്കൊരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ എന്തിനെ പറ്റിയാണ് പറയുന്നത്, നിങ്ങൾ എന്താ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ഏത് പോയിന്റാണ് പറയേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കുറേ ഒന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ലോലിറ്റ വളരെ ഏജ് കുറവാണ്, പക്ഷെ നന്നായിട്ട് ലോലിറ്റ പെർഫോം ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ പേര് പറയുമ്പോൾ പിന്നെ ഷിജിൻ എന്ന് പറയുന്നൊരു പയ്യനുണ്ട്. അവന് തിരിച്ചു പറയാനേ അറിയില്ല. അവൻ പേടിക്കുക, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുക തിരിച്ച് പറയാനായിട്ട്. ഒരു ആർഗ്യുമെൻ്റ് അവന് നേരെ വരുമ്പോൾ തിരിച്ച് ഒപ്പോസ് ചെയ്യാനായിട്ടൊന്നും വേർഡ്സ് ഇല്ല കയ്യിൽ. തപ്പുക, പേടിക്കുക, അറിയില്ല എനിക്ക്. ഇപ്പം ടാഷി എന്ന് പറയുന്നൊരു പയ്യനുണ്ട്. അവൻ തുടക്കത്തിൽ ഗെയിമൊക്കെ കളിക്കുമ്പോഴത്തേക്കും ആക്റ്റീവ് ആയിരുന്നു. പക്ഷേ സംസാരിക്കാൻ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വേർബലി കൂടെ സ്ട്രോങ് ആകേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്.
നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നേർക്ക് നേരെ നിന്ന് പറഞ്ഞ് നമുക്ക് ജയിക്കാൻ പറ്റണം. പലപ്പോഴും നമ്മളവിടെ വേർബലി സ്ട്രോങ് ആണെന്ന് നമുക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ പോവും. ഫിസിക്കൽ ടാസ്കുകളാണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യണം. പക്ഷേ ഇവിടെ ഈ കൂട്ടത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും വേർബലി ഒന്നും ഇവരെന്തൊക്കെയോ ഇവർ ചിലക്കുക. ഇവർ വേർഡ് ബൈ വേർഡ് പറഞ്ഞ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ തോപ്പിക്കുകയല്ല ചെയ്യുക. ഇവരിങ്ങനെ ഇവരുടെ വായി വരുന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ കലവില ചിലക്കുന്ന ആൾക്കാരാണെന്നാണ് ഇവർ പ്രൂവ് ചെയ്യുക. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, എനിവേ ഇതൊക്കെയുള്ളൂ എപ്പിസോഡിൽ. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ആൾക്കാരിൽ ആരെ ഇഷ്ടപ്പെട്ടു ആരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിവ്യൂ പറയുമ്പോൾ തന്നെ ഞാൻ തന്നെ മടുക്കുന്നുണ്ട്. കാരണം ഒന്നുമില്ലാത്തൊരു സാധനം നമ്മളുടെ empty സ്പേസിൽ നിന്ന് നമ്മൾ എന്ത് പ്രസംഗിക്കാനാണ്? പിന്നെ എപ്പിസോഡിൽ കണ്ട ആൾക്കാർ അവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഇഷ്ടമല്ല എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നത് റിവ്യൂവിൽ പറയേണ്ട കാര്യങ്ങളല്ലല്ലോ. അതൊക്കെ അതിൻ്റെ അത് എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് അത് മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. ഓവറോൾ ഈ പരിപാടിക്കകത്ത് വേറെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും മറ്റേ ഈ ഒന്നുമില്ല, സ്പേസ് ഒന്നും ഇല്ലാത്തൊരു സാധനം, മറ്റേ പോപ്കോണിൻ്റെ ഇത് പറഞ്ഞ പോലെ വായ വെച്ച് കടിക്കുമ്പോഴത്തേക്കും തീർന്നു, പടി ഒന്നും പറഞ്ഞ് തീർന്നു. അല്ലെങ്കിൽ നമ്മുടെ ഈ മദാമ പൂട എന്ന് പറയും, നമ്മളതെടുത്ത് വായിലിടുന്ന പോലെ കാണുമ്പോൾ ഇത്തിനുണ്ടാവും, അയ്യോ അതെടുത്തിട്ട് തീർന്നു. ഒന്നുമില്ലാത്തൊരു സാധനം. സെക്കൻഡ് ഗെയിമൊക്കെ ഞാൻ ഇങ്ങനെ ഓടിച്ച് കാണുമായിരുന്നു, സെക്കൻഡ് ടാസ്കൊക്കെ. കാരണം അത് എന്താ കാണാനുള്ള, ഒന്നുമില്ല കാണാനായിട്ട്. പിന്നെ അതിൽ നിന്ന് കുറേ ആൾക്കാർ, ഒരു 5-6 പേരെടുത്ത് ടാസ്കിൽ പെർഫോം ചെയ്ത മോശം ആൾക്കാർ 2 ക്യാപ്റ്റന്മാരെ തിരഞ്ഞെടുക്കുന്നു. പിന്നീട് 4-5 ആൾക്കാരെ പിടിച്ച് ഔട്ട് ഹൗസിലേക്ക് വിടുന്നു. അതിൽ നിന്ന് കുറേ ആൾക്കാരെ നിരത്തിർത്തിയിട്ട് നിങ്ങളൊരാളെ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് ആരെയും പുറത്താക്കാതിരിക്കുന്നു. 12 പേര് സ്റ്റിൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഷൂട്ടിനി റീസ്റ്റാർട്ട് ചെയ്യുന്നവർ ഈ 12 പേര് അവിടെ തന്നെ ഉണ്ടാവും. ഇവരെയൊക്കെ നമുക്ക് വോട്ട് ചെയ്യാൻ തോന്നണമെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ബേസിൽ വോട്ട് ചെയ്യുമെന്ന് സത്യം പറഞ്ഞ് അറിഞ്ഞുകൂടാ. ഇവരുടെ പെർഫോമൻസ് ഒക്കെ അതായത് ഇവരുടെ കുറ്റമല്ല കേട്ടോ, ഈ മത്സരാർത്ഥികളുടെ കുറ്റമല്ല. അവർക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള ടാസ്ക് ഒന്നും തന്നെ കൊടുക്കാണ്ട് അവരിൽ നിന്ന് എന്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാനാ? നമുക്കിതിനും കാണാൻ പറ്റണ്ടേ? ഈ പരിപാടി നിങ്ങൾ അടുത്ത വർഷം ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ ഈ ഷോ നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തിക ലാഭമോ, നിങ്ങൾക്ക് വേറെ ഉദ്ദേശം കാണുമായിരിക്കാം ഇതിന് വേണ്ടിയിട്ട്. ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ തട്ടിക്കൂട്ടായിട്ട് നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഗുണമാകുമായിരിക്കാം. പക്ഷേ കാണുന്ന പ്രേക്ഷകർക്ക് ഇത് ഭയങ്കര നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുക. നിങ്ങൾ അതൊന്ന് മാറ്റി കുറച്ചുകൂടെയൊക്കെ ഒരു നിലവാരത്തിലേക്ക് ഈ പരിപാടി എത്തിക്കഴിഞ്ഞാൽ ബെറ്റർ ആകും എന്ന് തോന്നുന്നു. കാരണം നമുക്ക് അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഈ ഷോ മോശമാകുമ്പോൾ ബിഗ് ബോസിനോടുള്ള നമ്മുടെ ഒരു പ്രതീക്ഷ കൂടെ അങ്ങ് താഴേക്ക് പോകും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. എനിവേ, അഗ്നിപരീക്ഷയിൽ പ്രതീക്ഷയില്ല ഇനി മുന്നോട്ട് പോകുമ്പോഴാണെങ്കിലും. ബിഗ് ബോസ് നന്നാകട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് എന്തായാലും കാണുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണല്ലോ. നമുക്കും കുറച്ച് ഗുണമുണ്ടാവും. എനിവേ, ബൈ.